എന്തായാലും യോനുവോ അല്ല, ശരിക്കുമുള്ള യോനുവോ എവിടെയാണ് എന്നൊക്കെ കിംഡാൽ ചോദിക്കുമ്പോഴത്തേക്കും ഞാൻ യോനുവോ അല്ല എന്ന് മനസ്സിലാക്കിയ ആദ്യത്തെ വ്യക്തി അത് നീയാണ്. ഞാൻ റെഡ്റിൻ ഭരിക്കുന്ന ലോകത്തു നിന്നും വരുന്നതാണ്. എൻ്റെ പേര് റെംബ്രറി എന്നാണ്. ഞാനൊരു പോണ്ടിഫെക്സ് ആണ് എന്നൊക്കെ ഇപ്പോൾ യോനുവും പറയുകയാണ്. ഞാനൊരു ഡെവിളുമായിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയ്ക്കാണ് ഈ ഒരു ലോകത്തേക്ക് വന്നത്. ഇവിടെ വന്നതിന് ശേഷം എല്ലാവരും എന്നെ യോനുവോ എന്ന് വിളിക്കുവാനും തുടങ്ങി. പക്ഷെ ഇപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത്, എൻ്റെ ഒപ്പം ഫൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു ഡെവിളും ഈ ഒരു ലോകത്ത് വന്നിട്ടുണ്ട്. പക്ഷെ ആ ഒരു ഡെവിളും വളരെയധികം പവർഫുള്ളാണ്. ഈ ഒരു ലോകത്തെ നശിപ്പിക്കാനുള്ള ശക്തി വരെ അയാൾക്കുണ്ട്. നീ എന്നെ ഒന്ന് സഹായിക്കുകയാണെങ്കിൽ എനിക്ക് അകത്തേക്ക് പോകുവാൻ സാധിക്കും. ഞാൻ ആ ഡെവിളിനെയൊക്കെ നശിപ്പിച്ചോളാമെന്ന് റംബ്രറി പറയുമ്പോഴത്തേക്കും യോനു എന്തൊരു പാവമായിരുന്നു. സ്ട്രെസ്സൊക്കെ കാരണം അവൻ ഈ ഒരു അവസ്ഥ വന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് കിംഡാലും വളരെയധികം കരയുന്നു. എന്തായാലും വെളിയിലിറങ്ങിയതിന് ശേഷം റംബ്രറി കാര്യങ്ങളെല്ലാം തന്നെ കിംഡാലിന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. നീയല്ലേ പാസ് ഉണ്ടെങ്കിൽ അകത്തേക്ക് പോകാൻ സാധിക്കുമെന്ന് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പാസ്സൊക്കെ മേടിക്കാം. അങ്ങനെ അകത്തേക്ക് പോയി ആ ഒരു ഡെവിളിനെ നശിപ്പിക്കാമെന്നൊക്കെ റംബ്രറി പറയുമ്പോഴത്തേക്കും നീ പറയുന്ന ആ ഒരു ഡെവിളൊക്കെ ഉണ്ടായിരുന്നത് ബ്രോഡ്കാസ്റ്റിംഗ് ഡയറക്ടറിൻ്റെ കൂടെയാണ്. അല്ലെങ്കിലും ഈ പറയുന്നത് പോലെ നീ റംബ്രറി ഒന്നുമല്ല, നീ യോനുവോ ആണ് എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുവാൻ കിംഡാലും ശ്രമിക്കുന്നുണ്ട്. എന്തായാലും ഞാൻ തനിയെ പോയി പാസൊക്കെ മേടിച്ചോളാമെന്ന് പറഞ്ഞ് റംബ്രറി പോകുമ്പോഴത്തേക്കും കിംഡാലും അവനെ തടയുന്നു. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരടിമയ്ക്ക് ഒരിക്കലും വലിയൊരു ആളെ കാണുവാൻ സാധിക്കുകയില്ല. അതേസമയം ആ അടിമ അവിടെ ചെന്നിട്ട് നിങ്ങളെ എനിക്ക് കാണുമെന്നൊക്കെ പറയുകയാണ് എങ്കിൽ അത് വലിയൊരു പ്രശ്നത്തിലേക്ക് നയിക്കും. അപ്പോൾ എനിക്ക് എങ്ങനെയാണ് അവരെ കാണുവാൻ സാധിക്കുക എന്നൊക്കെ റംബ്രറി ചോദിക്കുമ്പോൾ, ബ്രോഡ്കാസ്റ്റിംഗ് സ്റ്റേഷനിലെ വലിയൊരാളെ കാണണമെങ്കിൽ നീ ഒരു ഐഡലായി മാറണം. പക്ഷെ ഇപ്പോൾ നീ ഒരുപാട് സ്ട്രെസ്സൊക്കെ ആയിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നീ അതിന് ശ്രമിക്കേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് പറയുവാനുള്ളത് എന്നൊക്കെ കിംഡാലും പറയുന്നു. നീ വിചാരിക്കുന്നത് പോലെ ഞാൻ അങ്ങനെ സ്ട്രെസ്സിലൊന്നുമല്ല ഉള്ളത്. ഞാൻ സക്സസ്ഫുൾ ആകുകയാണ് എങ്കിൽ എനിക്ക് ഡെവിളിനെ മീറ്റ് ചെയ്യുവാൻ സാധിക്കുമല്ലോ എന്നൊക്കെ റംബ്രറി പറയുമ്പോഴത്തേക്കും നീ വലിയൊരു സിംഗറായിട്ട് നിന്നെ ടി വിയിലേക്ക് ഒരുപാട് തവണ കാണിക്കുകയാണ് എങ്കിൽ ഉറപ്പായിട്ട് മീറ്റ് ചെയ്യുവാൻ സാധിക്കുമെന്നൊക്കെ കിംഡാലും പറയുന്നു. ഇനി റംബ്രറിക്ക് തിരിച്ചു വീട്ടിലേക്ക് പോകാനുള്ള വഴി അറിയത്തില്ലാത്തത് കൊണ്ട് തന്നെ കിംഡാലാണ് അവനെ കൂട്ടിക്കൊണ്ട് പോകുന്നത്. നിന്റെ പേരെന്താണ്, നിനക്ക് എങ്ങനെയാണ് യോനുവിനെ അറിയാവുന്നത് എന്നൊക്കെ കിംഡാലിനോട് റംബ്രറി ചോദിക്കുന്നുണ്ട്. പക്ഷേ നിനക്കൊരു കാര്യങ്ങൾ ഓർമ്മയില്ലാത്ത സ്ഥിതിക്ക് ഇനി ഓർത്തെടുക്കുവാനും ശ്രമിക്കേണ്ടതില്ല എന്നൊക്കെ കിംഡാലും പറയുന്നു. അവർ താമസിക്കുന്നതിനടുത്തായിട്ട് യോനുവിനെ കൊണ്ട് നിർത്തി കഴിയുമ്പോൾ അവിടെ ജങ്സോയും ഉണ്ടായിരുന്നു. ഞാൻ ബ്രോഡ്കാസ്റ്റിംഗ് സ്റ്റുഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നത് ഡെവിളിനെ തന്നെയാണ്. അപ്പോൾ അയാളും ഈ ഒരു ലോകത്ത് വന്നിട്ടുണ്ട്. ഇനി ഞാൻ എങ്ങനെയാണ് തിരിച്ചു പോകുക എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് റംബ്രറി ഇരിക്കുന്നു. ഒരു മണിയടിയുടെ ശബ്ദമൊക്കെ കേൾക്കുന്ന യോനുവോ ആകട്ടെ ഇതെവിടെ നിന്നുമാണ് ഈ ഒരു ശബ്ദം വരുന്നതെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും ഇവിടെ അടുത്തൊരു പള്ളിയുണ്ട്, അവിടെ നിന്നുമാണ് സൗണ്ട് വരുന്നത് എന്നൊക്കെ ഹെയ്ച്ചോലും പറഞ്ഞു കൊടുക്കുന്നു. ഞാൻ ഇതിനു മുമ്പ് എൻ്റെ ശക്തികളൊക്കെ ഉപയോഗിച്ചപ്പോഴത്തേക്കും ഒരാളുടെ സൗണ്ട് കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് യോനുവോ ആയിരിക്കും. എന്തായാലും ഒന്നും കൂടി തൻ്റെ ശക്തികളൊക്കെ പരീക്ഷിച്ച് നോക്കാമെന്ന് റംബ്രറിയും തീരുമാനിക്കുന്നു. സാധാരണഗതിയിൽ പോണ്ടിഫെക്സും അവരുടെ കൂടെയുള്ള ആൾക്കാരും ഒക്കെ തന്നെ റെഡറിനെ തൊട്ട് ഓരോ സത്യങ്ങളൊക്കെ വയ്ക്കാറുണ്ട്. മാത്രമല്ല അവിടെ എന്ത് കാര്യങ്ങൾ പറഞ്ഞാലും അത് നടക്കുമെന്ന രീതിയിലാണ് ഇവർ വിശ്വസിക്കുന്നതും. അപ്പോൾ ആ ഒരു സ്ഥലത്ത് യോനുവിനെ എത്തിച്ചതിന് ശേഷം ഞങ്ങളുടെ രണ്ടുപേരുടെയും ശരീരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കിട്ടണമെന്നൊക്കെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ അത് ഉറപ്പായിട്ട് നടക്കുന്നതാണ്. അപ്പോൾ തിരിച്ചു പോകുവാനുള്ള മാർഗവും ഇത് തന്നെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് റംബ്രറിയും പ്രാർത്ഥിക്കുവാനായിട്ടൊക്കെ തുടങ്ങുന്നു. പക്ഷേ റംബ്രറിക്ക് ഈ ഒരു തവണ തൻ്റെ ശക്തികളൊന്നും ഉപയോഗിക്കുവാൻ സാധിക്കുന്നില്ല. മക്ക ടി വിയിൽ വന്നിട്ടുണ്ടായിരുന്ന ആ ഒരു ഇൻ്റർവ്യൂ ഒക്കെ ഇപ്പോൾ എല്ലാവരും കൂടി ചേർന്നിട്ട് കണ്ടു നോക്കുകയാണ്. അങ്ങനെ കാണുമ്പോൾ തന്നെ ഇത് മൊത്തത്തിൽ പ്രശ്നമാണല്ലോ എന്നൊക്കെ ഡയറക്ടർ പറയുന്നുണ്ട്. പക്ഷെ അപ്പോഴാണ് എത്രത്തോളം ആൾക്കാർ അത് കണ്ടു എന്ന കാര്യമൊക്കെ അവർ ശ്രദ്ധിക്കുന്നത്. അപ്ലോഡ് ചെയ്തപ്പോൾ തന്നെ 1.5 മില്യൺ വ്യൂസ് ഒക്കെ അതിന് കിട്ടിയിട്ടുണ്ട്. ഒരുപാട് നെഗറ്റീവ് കമൻസ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ പോലും കമൻസ് ഒക്കെ ആര് നോക്കുന്നു? എല്ലാവർക്കും പേരും പ്രശസ്തിയും പോരെ എന്നൊക്കെ ചോദിച്ച് ഡയറക്ടർ നിൽക്കുന്നു. കിങ് ഓഫ് സർവൈവൽ ഷോസ് എന്ന പേരുള്ള ഒരു ഷോയൊക്കെ ഉണ്ട്. അതിൽ ഡയറക്ടർക്ക് യോനുവിന് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് കോളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നുവെന്ന് ഒരു സ്റ്റാഫ് ഡയറക്ടറിനെ അറിയിക്കുകയാണ്. എന്തായാലും യോനുവോ ഒരു സെലിബ്രിറ്റിയായി മാറിയെന്ന കാര്യം അവർ സന്തോഷത്തോടു കൂടി തന്നെ മനസ്സിലാക്കുന്നു. തൻ്റെ ശക്തികളെല്ലാം തന്നെ നഷ്ടപ്പെട്ടു എന്ന് മനസ്സിലാക്കുന്ന യോനുവോ ഫുഡൊക്കെ കഴിക്കുവാനായിട്ട് വരുമ്പോഴത്തേക്കും സാലഡ് ആയിരുന്നു എല്ലാവരും കഴിച്ചുകൊണ്ടിരുന്നത്. ഇതൊക്കെ പക്ഷികൾ കഴിക്കുന്ന ഫുഡാണ്, ഇതൊക്കെയാണോ നിങ്ങൾ കഴിക്കുന്നത് എന്നൊക്കെ യോനുവും ചോദിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇതൊക്കെ കഴിച്ചിട്ട് എന്താകാനാണ്? കർഷകർ പോലും ഇതുപോലത്തെ ഫുഡൊന്നും കഴിക്കില്ല. അതൊക്കെ പോട്ടെ, എൻ്റെ ശക്തികൾക്ക് എന്ത് സംഭവിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഫുഡൊന്നും കഴിക്കാതെ കിടക്കുകയാണ് യോനുവോ. പക്ഷെ വിശന്നിരിക്കുന്ന യോനുവോ ആകട്ടെ മറ്റു മാർഗങ്ങളൊന്നുമില്ലാതെ ആ ഒരു ഫുഡൊക്കെ കഴിക്കുന്നു. ഞാൻ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് കൊണ്ടൊന്നും തന്നെ എൻ്റെ പവേഴ്സ് തിരിച്ചു വരികയില്ല. അതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ കഴിക്കേണ്ടത് അത്യാവശ്യമാണ് എന്ന് യോനുവോ മനസ്സിലാക്കുകയാണ്. എന്തായാലും ഒരു ഷോയുടെ ഡയറക്ടറുമായിട്ട് നിനക്കിന്ന് മീറ്റിംഗ് ഉണ്ട് എന്നൊക്കെ ജോൺസ് പറയുമ്പോഴത്തേക്കും അവൻ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയത് കൊണ്ടാണ് ഫേമസ് ആയത്. ഒരു കാര്യം ചെയ്യ്, കുറച്ചുകൂടി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുക, അപ്പോൾ നീ കുറച്ചുകൂടി ഫേമസ് ആകുമെന്നൊക്കെ ടൈൻ കളിയാക്കി പറയുന്നു.
ഇപ്പോൾ ഞാൻ യോനുവാണ്. യോനുവിൻ്റെ സ്ഥാനത്ത് നിന്ന് ഒരുപാട് പണമൊക്കെ ഞാൻ ഉണ്ടാക്കുകയാണ് എങ്കിൽ നല്ല ഫുഡും എനിക്ക് മേടിച്ച് കഴിക്കുവാൻ സാധിക്കും എന്നെല്ലാം തന്നെ റംബ്രറിയും ഓർക്കുന്നു. ഡയറക്ടർ റംബ്രറിനെയും കൂട്ടിക്കൊണ്ട് പോകുമ്പോഴത്തേക്കും നമ്മൾ ബ്രോഡ്കാസ്റ്റിംഗ് സ്റ്റുഡിയോയിലാണോ ഇപ്പോൾ ഉള്ളത്, ഏതെങ്കിലും വലിയ ആളെ മീറ്റ് ചെയ്യുവാൻ പോകുകയാണോ എന്നൊക്കെ അവനും ചോദിക്കുകയാണ്. നമ്മൾ ഫ്രണ്ട്സ് ഒന്നും അല്ല, എനിക്ക് നിന്നേക്കാളും പ്രായമുണ്ട്, എന്നോട് സംസാരിക്കുമ്പോൾ കുറച്ചുകൂടി ബഹുമാനത്തോടെ സംസാരിക്കണമെന്നൊക്കെ ഡയറക്ടർ ഇമ്മും പറയുന്നു. അപ്പോഴാണ് യോനുവിന് എത്ര വയസ്സുണ്ട് എന്നൊക്കെ റംബ്രറിയും ചോദിക്കുന്നത്. യോനുവിന് 26 വയസ്സാണ് ഉള്ളത് എന്നൊക്കെ അറിയുമ്പോഴത്തേക്കും ശരിക്കും ഇവനൊരു കുട്ടി തന്നെയാണ് എന്നൊക്കെ റംബ്രറിയും ഉറപ്പിക്കുന്നു. എന്തായാലും അവിടെ ചെന്ന് അവിടുത്തെ ഡയറക്ടറിനെയൊക്കെ മീറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നീ ബഹുമാനത്തോടു കൂടി വേണം സംസാരിക്കുവാൻ, അല്ലാതെ പോണ്ടിഫിക്സ് ആണ്, വേറെ ലോകത്തു നിന്നുമാണ് വന്നത് എന്ന് ഒന്നും തന്നെ പറയുവാൻ പാടില്ല എന്ന് കൂടി ഡയറക്ടറും പറയുന്നുണ്ട്. നിങ്ങൾ അതോർത്ത് പേടിക്കൊന്നും വേണ്ട, ഇപ്പോഴും മുതൽ ഞാൻ ബൂയൻവു ആണ്, അതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള ഒരു കാര്യങ്ങളും ഇനി സംസാരിക്കുകയും ഇല്ല എന്നൊക്കെ റംബ്രറിയും പറയുന്നു. ഷോ നടത്തുന്ന ആൾക്കാരുടെ അടുത്തേക്ക് ഡയറക്ടർ ഇമ്മും ബൂയൻവും കൂടി എത്തിയിരിക്കുകയാണ്. എനിക്ക് നിന്റെ വൈബൊക്കെ ഇഷ്ടമായി, സിംഗ് സർവൈവൽ എന്ന ഈ ഒരു ഷോയ് എങ്ങനെയാണെന്ന് നിനക്കറിയാമോ എന്നൊക്കെ ഡയറക്ടർ ചോദിക്കുമ്പോൾ സിംഗിങ്ങിൽ ഓരോ ആൾക്കാരുടെയും കഴിവിനെക്കുറിച്ചും സ്കില്ലിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കുന്ന ഒരു ഷോ ആണ് എന്നൊക്കെ യോനുവും പറയുന്നു. പക്ഷെ ഞാൻ അറിഞ്ഞത് വെച്ചിട്ട് നിങ്ങൾ അത്രയ്ക്ക് വലിയ സിംഗറൊന്നും അല്ല എന്നൊക്കെ യോനുവിനോട് ഡയറക്ടർ പറയുമ്പോൾ ഇന്നേ വരെ ഞാനൊരു നല്ല സിംഗർ അല്ല എന്ന് ആരും തന്നെ പറഞ്ഞിട്ടില്ല. പിന്നെ ഈ ഒരു ഷോയിൽ പങ്കെടുക്കുന്നത് കൊണ്ട് എനിക്ക് പണമൊക്കെ നേടുവാൻ സാധിക്കുമെങ്കിൽ ഉറപ്പായിട്ടും എൻ്റെ ബെസ്റ്റ് തന്നെ ഞാൻ ചെയ്യുന്നതായിരിക്കുമെന്ന് കൂടി യോനുവു പറയുന്നു. പിന്നെ ഞാൻ എൻ്റെ മെമ്പേഴ്സിനെ ട്രോൾ ചെയ്യുവാനുള്ള അവസരവും പഴക്കുകയില്ല എന്നൊക്കെ യോനുവു പറയുമ്പോഴത്തേക്കും ഡയറക്ടർ ഇമ്മും അവൻ്റെ വായൊക്കെ പൊത്തുന്നു. പക്ഷെ ഡയറക്ടർ ആകട്ടെ അതൊക്കെ ഒരു തമാശയായിട്ട് മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അവിടെ കുറേ ചോക്ലേറ്റ്സ് ഒക്കെ ഇരിക്കുന്നത് കാണുമ്പോഴത്തേക്കും എനിക്കത് കഴിക്കുവാൻ നൽകാമോ എന്നൊക്കെ യോനുവും ചോദിക്കുന്നു. എക്സ് എന്നൊരു ബോയ് ബാൻഡിന് വേണ്ടിയിട്ട് അവരുടെ ഫാൻസ് നൽകിയതാണ് ഇതെല്ലാം എന്ന് ഡയറക്ടർ പറയുന്നുമുണ്ട്. അപ്പോൾ ഒരു ബോയ് ബാൻഡൊക്കെ പ്രശസ്തരാക്കുകയാണ് എങ്കിൽ ഉറപ്പായിട്ടും ഇതുപോലെയുള്ള സാധനങ്ങളൊക്കെ ഫാൻസ് കൊണ്ട് തരുമല്ലേ. ഞങ്ങളുടെ വൈൽഡ് ആനിമലിലാണെങ്കിൽ റാബിറ്റ്സ് ഒക്കെ കഴിക്കുന്ന ഫുഡാണ് ഞങ്ങളും കഴിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ യോനുവു അവരുടെ മുമ്പിൽ വെച്ച് പറയുന്നു. യോനുവു ഇനി ഇവിടെ നിന്നാൽ പ്രശ്നമാകുമെന്ന് മനസ്സിലാക്കുന്ന ഡയറക്ടർ ഇമ്മാകട്ടെ അവനെ നൈസായിട്ട് അവിടെ നിന്ന് പറഞ്ഞൊക്കെ അയക്കുന്നുണ്ട്. ഫാൻസ് കൊടുത്തിട്ടുണ്ടായിരുന്ന ഒരു ചോക്ലേറ്റ് ഒക്കെ എടുത്ത് യോനുവു കഴിക്കുമ്പോഴത്തേക്കും തൻ്റെ ശക്തികൾ തിരിച്ചു വരുന്നതായിട്ട് യോനുവിന് മനസ്സിലാകുന്നു. അങ്ങനെ യോനുവു ആകട്ടെ ആ ഒരു ചോക്ലേറ്റ്സ് എല്ലാം തന്നെ കഴിച്ചു തീർക്കുന്നു. ഇതൊരു സിംഗിങ് ഷോ ആണെങ്കിൽ പോലും അതിനെ മറ്റൊരു രീതിയിലായിരുന്നു ഡയറക്ടർ കണ്ടുകൊണ്ടിരുന്നത്. എന്തായാലും ഈ ഒരു ഷോയിലേക്ക് ഒരു വില്ലനെ ആവശ്യമുണ്ട്, ആവശ്യമില്ലാതെ ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതായിട്ടാണ് അയാളുടെ ക്യാരക്ടർ. പക്ഷെ അങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ട് അവന് നെഗറ്റീവായിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുവാനുള്ള സാധ്യതയുണ്ട്. എങ്കിൽ പോലും ഉറപ്പായിട്ടും പബ്ലിസിറ്റി കൂടുക തന്നെ ചെയ്യും. അപ്പോൾ ആ ഒരു വില്ലൻ ക്യാരക്ടറിലേക്ക് ഞാൻ യോനുവിനെ സെലക്ട് ചെയ്തോട്ടെ എന്ന് ഈ ഒരു ഡയറക്ടർ ഇമ്മിനോട് ചോദിക്കുന്നു. ഇനി യോനുവിന് എന്ത് അസുഖമാണ് എന്ന് മനസ്സിലാക്കുവാനായിട്ട് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കിംഡാൽ. വലിയ എന്തെങ്കിലും ട്രോമയിലൂടെ കടന്നുപോയിട്ടുള്ള ആൾക്കാർ സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി ഒക്കെ കാണിക്കാറുണ്ട് എന്നായിരുന്നു ആ ഒരു സെർച്ചിൽ റിസൾട്ട് വഴി മനസ്സിലാക്കുവാൻ കഴിഞ്ഞതും. ഇനി പുതിയ ആൽബം കാരണം അവന് സ്ട്രെസ് ഉണ്ടായതായിരിക്കുമോ എന്നൊക്കെ കിംഡാലും ആലോചിക്കുന്നു. അപ്പോഴാണ് മുകളിൽ നിന്നും എന്തോ താഴേക്ക് വീഴുന്ന സൗണ്ടൊക്കെ അവളും കേൾക്കുന്നത്. അത് കേട്ട ഉടനെ തന്നെ കിംഡാലും ആകെ ഷോക്ക്ഡ് ആകുന്നു. പണ്ട് നടന്നിട്ടുണ്ടായിരുന്ന സംഭവങ്ങളെക്കുറിച്ചും കിംഡാൽ അപ്പോൾ ഓർക്കുകയാണ്. ക്വീൻ ക്രഷ് എന്ന പേരുള്ള കേപോപ്പ് ബാൻഡിലെ അംഗമായിട്ടുള്ള ലെസ്ട്രി ബിൽഡിങ്ങിന് മുകളിൽ നിന്നും താഴേക്ക് ചാടി ആത്മഹത്യക്ക് ശ്രമിച്ചു. നമ്പർ 1 ആയിട്ടുള്ള സോങ് എന്ന രീതിയിൽ ക്വീൻ ക്രഷിനാണ് അവാർഡൊക്കെ ലഭിച്ചിട്ടുണ്ടായിരുന്നത്. സ്റ്റേജിൽ പെർഫോം ചെയ്യുന്ന കാര്യം ഓർക്കുമ്പോൾ എനിക്ക് ശരിക്കും പേടിയാകുന്നു എന്നൊക്കെ ലെസ്ട്രിയും കിംഡാലിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ ഒരു സംഭവങ്ങളെല്ലാം കൂടി ആലോചിക്കുന്ന കിംഡാലും ആകെ വിഷമിച്ചിരിക്കുന്നു. അപ്പോഴാണ് LLL എൻ്റർടൈൻമെൻറ്റിൽ ഒരു റോഡ് മാനേജറുടെ ഒഴിവൊക്കെ ഉണ്ടെന്ന വാർത്തയും അവൾ കാണുന്നത്. യോനുവിനെയും കാസിനെയും വിളിച്ചു വരുത്തിയതിന് ശേഷം നിങ്ങളെ 2 പേരെയും ഈ ഒരു ഷോയ്ക്ക് ആവശ്യമായിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ നിങ്ങളെക്കൊണ്ട് ചെയ്യുവാൻ സാധിക്കുന്നതിൻ്റെ മാക്സിമം ഇവിടെ ചെയ്യണമെന്നൊക്കെ ഡയറക്ടറും പറയുന്നു. യോനുവിനെ ഈ ഒരു ഷോയുടെ വില്ലനായിട്ട് ഞങ്ങൾ എടുത്തോട്ടെ എന്ന് ഡയറക്ടർ ചോദിക്കുമ്പോഴത്തേക്കും ഡയറക്ടർ ഇമ്മാകട്ടെ യോനുവിനെ ഒരുപാട് നേരം സ്ക്രീനിലൊക്കെ കാണിക്കുമെങ്കിൽ എനിക്കതിന് സമ്മതമാണ്. പക്ഷെ അതിൻ്റെ കൂടെ എനിക്കൊരു അഭ്യർത്ഥനയും കൂടിയുണ്ട്. ഞങ്ങളുടെ കൂട്ടത്തിൽ, അതായത് വൈൽഡ് ആനിമലിലുള്ള മറ്റൊരു മെമ്പറിനെയും കൂടി നിങ്ങൾ ഈ ഒരു ഷോയിൽ പങ്കെടുപ്പിക്കണം. യോനുവ എന്തായാലും നെഗറ്റീവായിട്ടുള്ള റോൾ ഇതിൽ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ നെഗറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്യും. മാത്രമല്ല പെട്ടെന്ന് തന്നെ യോനുവിനെ ഈ ഒരു ഷോയിൽ നിന്നും പുറത്താക്കുകയും ചെയ്യും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ യോനുവിനെ വെച്ചിട്ട് ആ ഒരു ഷോയൊക്കെ നടത്താവുന്നതാണ്. നെഗറ്റീവായിട്ടുള്ള രീതിയിലൊക്കെ എഡിറ്റ് ചെയ്തിട്ട് ആൾക്കാരുടെ ഇടയിലേക്ക് യോനുവിനെ ആ ഒരു രീതിയിൽ ചിത്രീകരിച്ചാലും ഞങ്ങൾക്കൊരു പ്രശ്നവുമില്ല. പക്ഷേ അതിന് പകരമായിട്ട് ഒരാൾ ആ ഒരു ഷോയിൽ ഉറപ്പായിട്ടും ഉണ്ടായിരിക്കണമെന്നൊക്കെയാണ് ഡയറക്ടർ ഇമ്മും പറയുന്നത്. അങ്ങനെയാണ് കാസിനെയും ഈ ഒരു ഷോയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ഇനി ഇവർക്കൊരു ഫോട്ടോഷൂട്ടൊക്കെ ഉണ്ട്. അതിനുവേണ്ടി എത്തുമ്പോഴത്തേക്കും അവിടെ ഒരുപാട് ചോക്ലേറ്റ്സ് ഒക്കെ ഇരിക്കുന്നത് യോനുവും ശ്രദ്ധിക്കുന്നു. ആദ്യം കാസിയുടെ ഫോട്ടോഷൂട്ടൊക്കെ നടത്താമെന്നാണ് ഇവർ തീരുമാനിക്കുന്നത്. പക്ഷെ കാസി ഇതിനു മുമ്പ് ഇതൊന്നും ചെയ്തിട്ടില്ലാത്തത് കൊണ്ട് തന്നെ വളരെയധികം നെർവസ് ആയിട്ടാണ് നിൽക്കുന്നത്.
അവിടെ ഇരിക്കുന്ന ചോക്ലേറ്റ്സ് ഒക്കെ എനിക്ക് കഴിക്കാൻ തരാമോ എന്നൊക്കെ യോനുവും ചോദിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും നിനക്കുള്ളതല്ല എന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴത്തേക്കുമാണ് കാസി ഒരു പോസ് പോലും പ്രിപ്പയർ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ കുറച്ചു നേരം നീ വെയിറ്റ് ചെയ്യുക, അടുത്ത ആൾ വന്ന് നിൽക്കുക, ഞാൻ ഫോട്ടോ ഒക്കെ എടുക്കാമെന്ന് ക്യാമറമാനും പറയുന്നു. ജോൺസോ കാസിനെ വിളിച്ചുകൊണ്ട് പോകുമ്പോഴത്തേക്കും യോനുവോ ഫോട്ടോഷൂട്ടിന് വേണ്ടി റെഡിയായി നിൽക്കുന്നു. നീ എന്തായാലും പോസിൽ നിൽക്കുക, ഞാൻ ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് ക്യാമറമാൻ പറയുമ്പോൾ എന്താണ് പോസ് എന്ന് പോലും യോനുവിന് അറിയില്ലായിരുന്നു. ഞാൻ ശരിക്കും പോസിലൊക്കെ നിൽക്കുകയാണെങ്കിൽ എനിക്ക് കഴിക്കുവാൻ ആ ചോക്ലേറ്റ്സ് നൽകാമോ എന്ന് യോനുവു ചോദിക്കുന്നുണ്ട്. നീ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പോസിലൊക്കെ നിൽക്കുക, പിന്നെ ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിനക്ക് ഇഷ്ടമുള്ള എന്താണെന്ന് വെച്ചാൽ ഇവിടെ നിന്നും എടുത്ത് കഴിച്ചു, അതൊന്നും എനിക്കൊരു പ്രശ്നമേ അല്ല എന്നൊക്കെ ക്യാമറമാനും പറയുന്നു. അങ്ങനെ ലൈറ്റ്സ് ഒക്കെ ഓൺ ആക്കുമ്പോഴത്തേക്കും യോനുവും ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള പോസിൽ, അതായത് മുട്ടിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ആ ഒരു പോസിലൊക്കെ നിൽക്കുകയാണ്. ക്യാമറമാനും അതും കണ്ട് അതിശയിച്ച് നിൽക്കുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ എങ്ങനെ അവസാനിപ്പിക്കുന്നു? അടുത്തൊരു വീഡിയോ ആയിട്ട് എത്രയും വേഗം കാണാം. ബൈ.